നമ്മളിച്ചിരി എണ്ണ ഒഴിക്കുകയാണ്. കുറച്ച് പെരിഞ്ചീരകം ഇടാം. ഇതിലേക്ക് നമ്മൾ ഇച്ചിരി ഇഞ്ചി ഇടണം. അതാണ് ഇഞ്ചി നമ്മൾ ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3 ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അത്രയൊന്നുമില്ല, കുറച്ച്. അത് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. ഇത് ചെറിയ ക്യൂബായിട്ട് അരിഞ്ഞ് വെച്ചത്. ഇത് റോസ് കളർ ആവുന്നവരെ നമ്മൾ വഴറ്റണം. അത് വഴറ്റിയിട്ട് വേണം നമുക്ക് ഇതിന് അടിപൊളിയാക്കി എടുക്കാം. നമ്മൾ ഇച്ചിരി ഉള്ളി അടിയുണ്ട്. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും. ഇതിൻ്റെ കാശ്മീരി ചില്ലി പൗഡർ കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ ഇടുന്നത്. അത് കുറച്ച് അധികം വേണം. അതൊരു 2-2.5 സ്പൂൺ ഇട്ട് ഇത് നമ്മൾ നല്ലോണം വാട്ടിയെടുക്കാം. അധികം നേരം കരിക്കരുത്. എന്നാലും അതൊന്ന് എല്ലായിടത്തും മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ചെറു തീയിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. എപ്പോഴും ശ്രദ്ധിക്കണം, ചെറു തീയിൽ വേണം. ഓക്കെ, അതായത് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തോണ്ടിരിക്കണം. ഓക്കെ, തക്കാളി ഇട്ട് നല്ലോണം വായിക്കും. ഇത് നമ്മളെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇത് നല്ല അടിപൊളിയായിട്ട് നല്ലോണം തക്കാളി നല്ലോണം ഇതെല്ലാം കൂടി ഒന്ന് വെന്ത് നല്ല പേസ്റ്റ് പരുവത്തിലാവണം. പേസ്റ്റ് പരുവത്തിലാവുമ്പോൾ ആണ് നമ്മൾ ചാറ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് വേണം നമുക്ക് ചെമ്മീൻ. നല്ല ഇതിലേക്ക് ഞാൻ ഇച്ചിരി പുളിവെള്ളം ഒഴിച്ചായിരുന്നു. ഓക്കെ, അപ്പം പുളിവെള്ളം അത് കാണിക്കാൻ പറ്റിയില്ല. പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് നല്ലോണം വാടി കഴിയുമ്പോഴേക്കും നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതിലേക്ക് നമ്മൾ കുറച്ച് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. തിളച്ച വെള്ളം. ചെമ്മീൻ കിടന്ന് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ്. നമ്മളിതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കണം. അത് നമ്മൾ ഒരു മരത്തിൻ്റെ കയ്യിലും കൊണ്ട് നമ്മൾ ഇളക്കുക. ചെമ്മീൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടച്ചു വെച്ച് വേവിക്കാം. ഓക്കെ.